ഏലപ്പാറ ബോണാമി ഭാഗങ്ങളിൽ കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാകുന്നു. ഏലപ്പാറ വാഗമൺ റോഡിൽ ബോണാമിക്ക് സമീപം ഇന്നും കാട്ടുപോത്തിറങ്ങി. ഈ സമയം ഇതുവഴി എത്തിയ വാഹനങ്ങൾ കാട്ടുപോത്തുകൾ ആക്രമിച്ചു. 2 ദിവസമായി ഏലപ്പാറ, ബോണാമി, കാവുകുളം പരിസരങ്ങളിൽ കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പ്രധാന പാതയായ ഏലപ്പാറ വാഗമൺ റോഡിലും കാട്ടുപോത്തുകൾ വാഹനങ്ങൾക്ക് നേരെ നിരന്തരമായി അക്രമങ്ങൾ നടത്തുന്നു. ഇന്നലെ രാത്രിയോടെ റോഡിലിറങ്ങിയ കാട്ടുപോത്തുകൾ ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ചു. വാഹനങ്ങൾ ഹോൺ മുഴക്കിയിട്ടും മാറാൻ തയ്യാറായില്ല. പിന്നീട് ഇരുവശത്തുനിന്നും എത്തിയ വാഹനങ്ങളിലുള്ളവർ ദീർഘനേരം ലൈറ്റുകൾ തെളിച്ചും ഹോൺ മുഴക്കിയും നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഇവ റോഡരികിലെ തേയിലത്തോട്ടത്തിലേക്ക് പിന്തിരിഞ്ഞത്. ഇന്നലെ രാവിലെ വെളുപ്പിന് ഒരു 5-5:30 ആകുമ്പം വാക്കിങ്ങിന് നടക്കുന്ന ആൾക്കാർ ഇത് വാക്കിങ്ങിന് വരുമ്പം ഈ കാട്ടുപോത്തിനെ നേരിട്ട് കാണുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാക്കത്തോട് ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്നതാണ് കാവക്കുളം. ആ കാക്കത്തോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ എത്തുകയും വൈകുന്നേരം വരെ ഇവിടെ അതിൻ്റെ ക്രമീകരണങ്ങൾ കണ്ടു നോക്കിയിട്ട് ഈ കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാട്ടുപോത്തിനെ ആ കാട്ടിൽ തന്നെ കൊണ്ടുവിടാനുള്ള ശ്രമത്തിലേക്ക് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയാൻ ഇവിടെയുള്ളത്. മുള്ളുവേലി മറികടന്ന് ഇവ തോട്ടത്തിലേക്ക് മറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ബോണാമി, കാവുകുളം പരിസരങ്ങളിൽ കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പ്രധാന പാതയായതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, ഇടുക്കി.